നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വേങ്ങര ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി ആരോഗ്യ പരിരക്ഷാ ക്യാമ്പ് നടത്തി. ബോധവൽക്കരണ ക്ലാസ്, ഔഷധക്കഞ്ഞി വിതരണവും എന്നിവയും നടന്നു. സായം പ്രഭ ഹോമിൽ നടന്ന പരിപാടി സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര IAS ഉദ്ഘാടനം ചെയ്തു. വ്യക്തികൾക്ക് ഒരുമിച്ച് ചേരുവാനും വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുവാനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയല്ലേ കോൽക്കളിയൊക്കെ ഇന്ന് യുവജനോത്സവ വേദികളിലേക്ക് മാത്രം ചുരുക്കി പോകുന്ന ഒരു കാലഘട്ടത്തിലും ആ പാരമ്പര്യ സമ്പത്തുകളൊന്നും കൈവിട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്നതിലുമൊക്കെ തീർച്ചയായിട്ടും വലിയ പങ്ക് നിങ്ങൾ വഹിക്കുന്നുണ്ട്. ഈ ഒരു സ്വയംപ്രഭ ഹോമിന്റെ മാതൃകാപരമായ പല പ്രവർത്തനങ്ങളും ഈ കർക്കിടക കഞ്ഞി അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. ആയുർവേദ ഹോസ്പിറ്റലിലും ഈ ഒരു വേളയിൽ നന്ദി അറിയിക്കുകയാണ് അല്ലെ. അവരുടെ ആ ഒരു കേവലമായ പ്രവർത്തനങ്ങൾക്കപ്പുറം ഇങ്ങനെ ഇത്രയധികം വയോജനങ്ങളുള്ള ഒരു ഹോമിലേക്ക് കൃത്യമായിട്ട് കർക്കിടക മാസത്തില് നമുക്കറിയാം കർക്കിടക കഞ്ഞിയുടെ ആ ഒരു ഗുണഗണങ്ങളൊക്കെ പല രീതിയിൽ ജാണുവികളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശാസ്ത്രീയ പഠനങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. നിങ്ങൾ അറിയിക്കുകയാണ് മുന്നോട്ടുള്ള യാത്രയിലും ഈ രീതിയിൽ അല്ലെ കർക്കിടകം കഴിയും, ചിങ്ങം വരും, ഓണം വരും, വിഷു വരും, ആ രീതിയിൽ വിവിധ പ്രവർത്തനങ്ങൾ ഒരു വർഷത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ സീനിയർ സിറ്റിസൺസിന്റെ ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ എല്ലാ വിധത്തിലുമുള്ള എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മാതൃക കാണിച്ചിട്ടുള്ള സായംപ്രഭാവമാണ് നമ്മുടെ മലപ്പുറം സായംപ്രഭ. വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ സമീർ മച്ചിങ്ങൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ജലീൽ ചോലക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK സബന ഇബ്രാഹിം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് കൊടിയാട്ട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT മൊയ്തീൻ, ആയുർവേദ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജിമോൾ, സെക്രട്ടറി K സുഹാസ്ലാൽ, മുൻ സെക്രട്ടറി KP ലക്ഷ്മി, സായംപ്രഭ കെയർ ഗീവർ AK ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തിനെത്തിയ സബ് കളക്ടറെ സായംപ്രഭ അംഗങ്ങൾ റോസാപ്പൂക്കൾ നൽകിയും കോൽക്കളി സംഘത്തിന്റെ അകമ്പടിയോടെയുമാണ് സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. നിങ്ങളിനിയും ലൈസൻസ് എടുക്കാത്തതെന്ത്? വാഹനം ഓടിക്കാൻ ലൈസൻസ് ഇല്ലാത്തതിനാൽ ഇപ്പോഴും ബസ്സുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുകയാണോ? ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ ഹെവി ലൈസൻസ് ഇല്ലെങ്കിൽ മികച്ച തൊഴിലവസരങ്ങൾ നഷ്ടമാകാം. ഇപ്പോൾ തന്നെ അവസരം പ്രയോജനപ്പെടുത്തൂ. വെറും 60 ദിവസത്തിനുള്ളിൽ മിതമായ നിരക്കിൽ ഹെവി ലൈസൻസ് നേടാം. ബൈക്ക്, കാറ്, ഹെവി വാഹനങ്ങൾ എന്നിവയ്ക്ക് പരിചയസമ്പന്നരായ പരിശീലകരുടെ നേതൃത്വത്തിൽ മികച്ച പരിശീലനം ലഭ്യമാണ്. സ്ത്രീകൾക്കായി പ്രത്യേക വനിതാ പരിശീലകരുടെ നേതൃത്വത്തിൽ സുരക്ഷിതവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമായ പരിശീലന സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവറാകാൻ ഇന്നുതന്നെ ചേരൂ മിൻഷ ഡ്രൈവിംഗ് സ്കൂളിൽ. കുന്നുംപുറം, അച്ചനമ്പലം, കരുവാങ്കല്ല്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ